മറയൂർ കാന്തല്ലൂർ മേഖലയിലെ കാട്ടാന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 3 ദിവസമായി നടന്നുവന്ന രാപ്പകൽ സമരത്തിന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പ്രകാരമുള്ള നടപടികളിലേക്ക് വനം വകുപ്പ് കടന്നു. കാട്ടാനകളെ വനത്തിലേക്ക് തുരത്താനുള്ള നടപടികൾ ആരംഭിച്ചു. തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കാന്തല്ലൂരിൽ 3 ദിവസമായി തുടർന്നു വന്ന രാപ്പകൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ കാടിനുള്ളിലേക്ക് തുരത്തും. വനാതിർത്തിയിൽ സംരക്ഷണവേലി ഉടനടി സ്ഥാപിക്കും. വനത്തിനുള്ളിൽ തന്നെ വന്യജീവികൾക്ക് തീറ്റയും കുടിവെള്ള സൗകര്യവും ഉറപ്പാക്കും. വനാതിർത്തിയിൽ വെച്ച് തന്നെ കാട്ടാനകളെ പ്രതിരോധിക്കാൻ വാച്ചർമാരെ നിയമിക്കും. സൗരോർജ്ജ വേലികൾക്ക് ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തും തുടങ്ങി ഉറപ്പിന്മേലാണ് താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചത്. ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പ്രകാരമുള്ള നടപടികളിലേക്ക് വനം വകുപ്പ് കടന്നു. ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ വനത്തിനുള്ളിലേക്ക് തുരത്താൻ 73-അംഗ സംഘമാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഏതൊക്കെ സൈഡിലാണ് ആനകൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് 2 ഗ്രൂപ്പായിട്ടാണ് നമ്മളിപ്പോൾ തിരിച്ചിരിക്കുന്നത്. ആ ഗ്രൂപ്പിൽ നിന്ന് ആനകളെ ഓടിക്കുവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഏകദേശം നമ്മൾ മെയിൻ റോഡിൻ്റെ അടുത്ത് എത്തുമ്പോൾ വണ്ടികൾ ബ്ലോക്ക് ചെയ്ത് ടൂറിസ്റ്റുകളുടെ ആണെങ്കിലും സാധാരണ ആൾക്കാരെ വണ്ടികൾ ബ്ലോക്ക് ചെയ്ത് സുരക്ഷിതമായി മാറ്റി നിർത്തിയതിന് ശേഷം ആനകളെ നമ്മൾ കാട്ടിലേക്ക് ഓടിച്ചു കൊടുക്കുന്നത്. ആനകൾ നിൽക്കുന്നതിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരുമല, വേട്ടക്കാരൻ കോവിൽ, കുളച്ചിവയൽ, കാരയൂർ, നാത്തപ്പാറ എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ആനകളെ ഓടിക്കുന്ന നടപടികൾ ആരംഭിച്ചതിനാൽ പ്രദേശത്തെ സ്കൂളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, RRT ടീം, പഞ്ചായത്ത്, റവന്യൂ വകുപ്പ് എന്നിവയുടെ ഏകോപനത്തിലാണ് ദൗത്യം ആരംഭിച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.